ഫെബ്രുവരി 22 പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പപ്പ ഈ വർഷം 60-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒരുമിച്ച് പപ്പയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുന്നതാണ് നമ്മൾ ഇന്നീ കാണുന്നത്. അപ്പം മരുമക്കളിൽ ഒരാൾ ഇപ്പം നാട്ടിലില്ല, ആൾ ദുബൈയിലാണ്. എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് ബിബിയെ ഞങ്ങൾ ഈ സമയം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ചെറിയ സ്നാക്കൊക്കെ വാങ്ങി കഴിച്ചു. ഞാൻ കഴിക്കുന്നതിനോടൊപ്പം റോയിച്ച് ചെറിയ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ അയർക്കുന്നത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് റോബിനെയും ബിജിരാമോളെയും പിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ യാത്ര തുടങ്ങുവാണ്. അപ്പം തോമാച്ചനെ എൻ്റെ കൈ കിട്ടിയ ഉടനെ ഞാൻ അവനെ എടുത്ത് കൊഞ്ചിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, നമ്മൾ കുട്ടിക്കാനത്തെത്തി. ഇനി കെസിയെയും മക്കളെയും നമ്മൾ പിക്ക് ചെയ്യണം, എൻ്റെ സിസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിബി നമ്മുടെ കൂട്ടത്തിൽ ഇന്നില്ല, ആൾ ദുബൈയിലാണ്. അപ്പം ഞങ്ങൾ ബിബി ഈ സമയത്ത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആത്തക്കുട്ടനും മാത്തപ്പനും കെസിയായും കുട്ടിക്കാനത്ത് വെച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ നേരെ പാമ്പനാട്ടിലേക്കാണ് പോകുന്നത്. അമ്മയെ കാണണം. അമ്മ ഇന്ന് ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ ഇനി നമ്മൾ കൂട്ടണം. ഈ പോകുന്ന വഴി കാണുന്നുണ്ടല്ലോ, ഇതാ ഞങ്ങളുടെ സ്കൂളാണേ, പീരിമേഡ്. ഞങ്ങൾ അവിടെയാണ് 3 പേരും അവിടെ പഠിച്ചത്. അപ്പോൾ അമ്മയെ ചെന്ന് അമ്മയെ സർപ്രൈസ് ചെയ്ത് ഞങ്ങൾ അമ്മയെ വിളിച്ചിറക്കി. അമ്മ വേഗം തന്നെ ചർച്ചിൽ നിന്ന് പോരുന്നുണ്ടേ. അപ്പം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചാടിയായിട്ടോ ജാൻസിയമ്മ വരുന്നതേ. ജാൻസിയമ്മയും തോമാച്ചനും ഭയങ്കര കൂട്ടാട്ടോ. ജാൻസിയമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമാച്ചന് ഭയങ്കര സന്തോഷമാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കേക്ക് വാങ്ങിക്കണം. സർപ്രൈസിങ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു കേക്കിന്. ഞങ്ങൾ 3-4 കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് അവസാനം ഒരു കേക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ കിട്ടിയ കേക്കിലാണെങ്കിൽ നമ്മൾ പേരൊക്കെ വേഗം എഴുതിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ നമ്മൾ വേഗം ഇനി ഇറങ്ങണം. എന്നിട്ട് കുറച്ച് അത്യാവശ്യം 1-2 സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ സാധനങ്ങളുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പപ്പായെ സർപ്രൈസ് ചെയ്യണം. പപ്പയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. പപ്പ അടുത്തൊരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ പപ്പായെ ഫോൺ വിളിച്ചു, വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനാണ് പപ്പയ്ക്ക് നമ്മൾ കോൾ ചെയ്യുന്നത്. വീടെത്താറായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്തായിരിക്കും പപ്പയുടെ റിയാക്ഷൻ എന്നറിയാനായിട്ട്. എന്തായാലും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.